കോഴിക്കോട് രൂപതയിലെ വൈദികരെല്ലാം പരിശുദ്ധ പിതാവിൻ്റെ വത്തിക്കാനിലെ ജോയ്ഫുൾ പ്രീസ്റ്റ് എന്ന പ്രോഗ്രാമിൽ പങ്കെടുക്കാനുള്ള യാത്രയിലാണ്. ഇത് സെൻറ്റ് പീറ്റേഴ്സ് സ്ക്വയറിൻ്റെ തൊട്ടടുത്തുള്ള താഴ്ഭാഗത്തുള്ള പാർക്കിംഗ് ഏരിയ ആണ്. സാധാരണ കെട്ടിടങ്ങളുടെ താഴെ കാർ പാർക്കിംഗ് ഏരിയ ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. പക്ഷേ ഇവിടെ നമ്മൾ കാണുന്ന ബസ്സിൻ്റെ പാർക്കിംഗ് ഏരിയ ആണ്. ബസ് എന്ന് പറഞ്ഞാൽ സാധാരണ ബസ്സുകളല്ല, നല്ല ഒരു 50-60 പേര് ഉൾക്കൊള്ളുന്ന വലിയ ബസ്സുകൾ. സെൻറ്റ് പീറ്റേഴ്സ് സ്ക്വയറിൻ്റെ താഴെ ബസ് പാർക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ വൈദികരെല്ലാവരും തന്നെ പിതാവിനെ കാണുവാനായിട്ട് സെൻറ്റ് പീറ്റേഴ്സ് സ്ക്വയറിലേക്ക് ആവേശത്തോടെ നടക്കുന്നതാണ് നമ്മൾ കാണുന്നത്. സബാറ്റിക്കൽ ഇയർ ആയതുകൊണ്ട് ഇവിടെ ആയിരിക്കുന്ന ഡോക്ടർ മിൽട്ടൺ അച്ഛനെ ഇവിടെ വെച്ച് കാണാനായിട്ട് ഇടയായി. അപ്പോൾ ഇന്നത്തെ ദിവസത്തെക്കുറിച്ച് മിൽട്ടൺ അച്ഛൻ നമ്മളോട് പറയും. ഇന്ന് സെൻറ്റ് പീറ്റേഴ്സ് ചത്തുരത്തിൽ പരിശുദ്ധ പാപ്പ എല്ലാവരെയും അഭിസംബോധന ചെയ്യുന്ന ഓഡിയൻസ് ആണ് നമ്മൾ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു വർഷം ജൂബിലി ആഘോഷത്തോടനുബന്ധിച്ചാണ് ഇത്രയും വലിയൊരു ജനക്കൂട്ടം ഈ ഒരു ഓഡിയൻസിന് വേണ്ടിയിട്ട് എത്തിയിരിക്കുന്നത്. ഏതാണ്ട് 3 ലക്ഷം പേരെ ഉൾക്കൊള്ളുന്ന ഈ ഒരു ചത്തുരത്തിൽ വലിയൊരു ജനക്കൂട്ടമാണ് ഈ പരിശുദ്ധ പാപ്പയെ കാണാനും പാപ്പയുടെ പ്രസംഗവും ആശീർവാദവും സ്വീകരിക്കാനായിട്ട് എത്തിയിരിക്കുന്നത്. നമ്മൾ വളരെ ഭാഗ്യം ഉണ്ട്, കാരണം നമ്മുടെ മിൽട്ടൺ അച്ഛൻ നമ്മളോടൊപ്പം ഉണ്ട്. അപ്പോൾ മിൽട്ടൺ അച്ഛനും ഒരേ ഇടവകക്കാരാണ് ഇവർ രണ്ടുപേരും. അപ്പോൾ ഒത്തിരി സന്തോഷം ഇവിടെ വെച്ച് കാണാനായിട്ട് ഇടയായത്. രാനച്ച എന്തെങ്കിലും പറയാനുണ്ടോ? സത്യത്തിൽ ഇത് വലിയൊരു ഭാഗ്യമായിട്ടാണ് ഞാൻ നോക്കിക്കാണുന്നത്. കാരണം പാപ്പായെ കാണുവാൻ വേണ്ടി വന്നു, അവിടെ എല്ലാ ഓഡിയൻസിനും കണ്ടു. പക്ഷെ അതിന് വലിയൊരു സന്തോഷം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ അച്ഛന്മാർ ഇവിടെ വെച്ചിട്ട് കാണുക എന്നുള്ളതാണ്. നമ്മുടെ അച്ഛന്മാർ സാധാരണ റോമിൽ പഠിക്കുന്നു എന്നൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ വലിയ അഭിമാനം. പക്ഷേ ഇവിടെ വെച്ച് അതും ഇവിടെ സ്ക്രിപ്ചറിൽ ഡോക്ടറേറ്റ് നേടിയിട്ടുള്ള നമ്മുടെ മിൽട്ടൺ അച്ഛനെ ഇവിടെ കാണുക, എൻ്റെ സ്വന്തം ഇടവക്കാരനാണ്. അപ്പോൾ മിൽട്ടൺ അച്ഛനെ കാണുവാനായിട്ട് സാധിച്ചത് വലിയ സന്തോഷം. അതുപോലെ തന്നെ നമ്മുടെ നിതിൻ ബർവ അച്ഛൻ ഇതാ അവിടെ ഇരിക്കുന്നു. നിതിൻ ബർവ അച്ഛാ, ഇപ്പോൾ ബിഷപ്പിന്റെ സെക്രട്ടറി ആയിരുന്ന നിതിൻ ബർവ അച്ഛനും ഇവിടെ നമ്മുടെ കൂടെ ആയിരിക്കുന്നു. ഇവരൊക്കെ ഞങ്ങളോടുള്ള ആ സ്നേഹം കൊണ്ട് ഓടിയെത്തിയതാണ്. അപ്പോൾ എവിടെ നിന്നൊക്കെയോ ഓടിയെത്തി ഞങ്ങളുമായിട്ട് സ്നേഹം പങ്കുവെക്കുന്നു. ഇന്ന് അവര് ഞങ്ങൾക്ക് ഒരു ട്രീറ്റൊക്കെ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനുവേണ്ടി ഞങ്ങൾ കാത്തിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരുടെയും വലിയ സന്തോഷം അനുഭവപ്പെടുന്നവർ കോഴിക്കോട് രൂപത കുറേ പേര് ഇവിടെ ഉണ്ട്. നമ്മുടെ പിതാവുണ്ട്, നമ്മുടെ ഫറോന വികാരി അലോഷ്യസ് അച്ഛനുണ്ട്, ഞങ്ങളുടെ സെമിനാറി പ്രൊഫസറായിട്ടുള്ള മിൽട്ടൺ അച്ഛനുണ്ട്, അതുപോലെ തന്നെ പിതാവിൻ്റെ 2 സെക്രട്ടറിമാരായിട്ടുള്ള അർജുനച്ചൻ, നിതിനച്ചൻ. അർജുനച്ചൻ കുറച്ചു മുമ്പ് വന്ന് പോയതേ ഉള്ളൂ. ഇവരെ കൂടിയൊക്കെ ഞങ്ങൾ ഇവിടെ ആയിരിക്കുന്നത് വളരെ സന്തോഷമാണ്. ഞങ്ങൾ വി ആർ വെരി ഹാപ്പി ആൻഡ് വിവായിൽ പാപ്പ. എല്ലാ ബുധനാഴ്ചയും പിതാവ് പൊതുദർശനം നൽകാറുണ്ട്. ആ പൊതുദർശനത്തിൽ പങ്കെടുക്കാനായിട്ട് എത്തിയിരിക്കുന്ന വിശ്വാസ സമൂഹത്തെയാണ്, വിശ്വാസ സാഗരത്തെയാണ് നമ്മൾ ഈ സെൻറ്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സ്ക്വയറിലേക്ക് പ്രവേശിക്കുകയാണ്. അച്ഛാ ലാസ്റ്റ് ബോട്ടില് ഇതൊന്നും മൂടിക്കാൻ അച്ഛൻ്റെ കുപ്പി വീണുപോയി. വലിയൊരു ജനസമൂഹമാണ്, ജനസാഗരമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വൃദ്ധരും യുവജനങ്ങളും മുതിർന്നവരും കുട്ടികളും എല്ലാം ചേർന്നിട്ടുള്ള വളരെ വലിയൊരു സമൂഹം. ഇതിൽ തന്നെ വളരെയധികം പുരോഹിതന്മാർ ഇന്നത്തെ ദിവസം ജോയ്ഫുൾ പ്രീസ്റ്റ് എന്ന പരിപാടിയിൽ പങ്കെടുക്കാനായിട്ട് വിവിധ രാജ്യങ്ങളിൽ നിന്നും എത്തിച്ചേർന്നിട്ടുണ്ട്. എല്ലാവരും പിതാവിനെ കാണാനുള്ള തിടുക്കത്തിലാണ്, സന്തോഷത്തിലാണ്. പിതാവ് ജനങ്ങൾക്കിടയിലൂടെ വിശ്വാസികളെ ആശീർവദിച്ചുകൊണ്ട് പ്രത്യേകം തയ്യാറാക്കിയിട്ടുള്ള വാഹനത്തിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. പിതാവിനെ അടുത്തു നിന്ന് ദർശിക്കാൻ പറ്റുമെന്ന് അറിഞ്ഞുകൂടാ. വൈദികരെല്ലാം കാത്തു നിൽക്കുന്നു. ഈ ജനസമൂഹത്തിൻ്റെ ഇടയിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ വലിയ സന്തോഷം കൊണ്ട് മനസ്സ് നിറയുന്നുണ്ട്. കാരണം
അത്ര വലിയ സ്നേഹത്തോടു കൂടിയിട്ടാണ് ഓരോ വിശ്വാസിയും പിതാവിനെ കാണാനായിട്ട് ആവേശത്തോടുകൂടി കാത്തു നിൽക്കുന്നത്. എല്ലാവരും തന്നെ മൊബൈൽ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സ്വന്തം മൊബൈലിൽ പാപ്പായെ പകർത്താനുള്ള, ഏറ്റവും അടുത്ത് നിന്ന് പകർത്താനുള്ള ശ്രമത്തിലാണ്. വളരെ ഭക്തിയോടുകൂടി, വിശ്വാസത്തോടുകൂടി, സ്നേഹത്തോടുകൂടി അവർ കാത്തു നിൽക്കുകയാണ്. പിതാവ് നമ്മുടെ സമീപത്തെത്തിയിരിക്കുന്നു. ജനങ്ങളെ ആശീർവദിച്ചുകൊണ്ടും അവരോട് നോക്കി പുഞ്ചിരിച്ചുകൊണ്ടും ഒക്കെ പിതാവ് നമ്മുടെ അടുത്തുകൂടെ കടന്നു പോകുന്ന മനോഹരമായ രംഗം. Viva la Papa! വത്തിക്കാൻ ചത്വരത്തിൻ്റെ മനോഹരമായ ഒരു കാഴ്ച ഏറ്റവും മധ്യത്തിൽ വന്ന് നിൽക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന കാഴ്ച എങ്ങനെയാണ്? ഇതിൽ ഏകദേശം ഒരു 3 ലക്ഷത്തോളം ആളുകൾ ഉൾക്കൊള്ളുന്ന ഒരു സ്ഥലമാണ്. അതിൻ്റെ ഒരു പകുതിയിൽ താഴെ മാത്രമേ ആളുകൾ ഇന്നിവിടെ എത്തിയിട്ടുള്ളൂ. വളരെ മനോഹരമായി നമുക്ക് കാണാവുന്നതാണ്. പിതാവിൻ്റെ പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളെ മധ്യത്തിൽ കാണുന്നത് പിതാവിനെയാണ്. നമ്മുടെ പ്രിയപ്പെട്ട ഡോക്ടർ അലോഷ്യസ് കുളങ്ങര അച്ഛൻ ഇപ്പോൾ വത്തിക്കാനിലുണ്ട്. അച്ഛൻ നമ്മളോട് ഈ സമയത്ത് സംസാരിക്കും. പ്രിയപ്പെട്ടവര്, കോഴിക്കോട് രൂപതയിലെ വൈദികര് വിശുദ്ധ നഗരത്തിലാണ്. പാപ്പയുടെ അങ്കണത്തില് ഒരുമിച്ച് ആ ഒരു വലിയ അഭിഷേകത്തിലും വലിയ അനോയിന്റിങ്ങിലുമാണ്. ദൈവം നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. നമ്മുടെ രൂപതയ്ക്ക് വേണ്ടി, നമ്മുടെ മെത്രാന് വേണ്ടി, നമ്മുടെ സിസ്റ്റേഴ്സിന് വേണ്ടി, ഇടവക ജനങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.